അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റം, മയക്കുമരുന്ന്, ആയുധക്കടത്ത്, വ്യാജ കറൻസി ശൃംഖലകൾ എന്നിവ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സമഗ്രമായ 360 ഡിഗ്രി സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ച് അമിത്ഷാ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജസ്ഥാനിലെ തന്ത്രപ്രധാന മേഖലകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ അങ്ങേയറ്റം ശക്തമാക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ഇനിയൊരു നുഴഞ്ഞുകയറ്റവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അതിർത്തി വഴി നടക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് കേന്ദ്രം. ദേശീയ സുരക്ഷയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന മോദി സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമായാണ് അതിർത്തി ജില്ലകളെ കേന്ദ്രീകരിച്ച് ഈ അത്യാധുനിക പ്രതിരോധ കോട്ട ഒരുങ്ങുന്നത്. അതിർത്തിയിലെ വേലികൾക്ക് പുറമെ ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ, അത്യാധുനിക തെർമൽ ഇമേജിംഗ് ക്യാമറകൾ, അണ്ടർഗ്രൗണ്ട് സെൻസറുകൾ എന്നിവ വിന്യസിക്കും. രാത്രികാലങ്ങളിലെ നിരീക്ഷണത്തിന് ഇത് കൂടുതൽ കരുത്തു പകരും. BSF, സംസ്ഥാന പോലീസ്, രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നിവയെ ഒരൊറ്റ കമാൻഡിന് കീഴിൽ കൊണ്ടുവരും. വിവരങ്ങൾ തത്സമയം കൈമാറാനും അടിയന്തര ഘട്ടങ്ങളിൽ ഒന്നിച്ചു നീങ്ങാനും ഇത് സഹായിക്കും. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളെ സുരക്ഷാ ശൃംഖലയുടെ ഭാഗമാക്കും. യുവാക്കൾക്ക് പ്രത്യേക പരിശീലനം നൽകുകയും വിഘടനവാദ വിരുദ്ധ ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയും ചെയ്യും. ഡ്രോണുകൾ വഴി പാകിസ്ഥാൻ നടത്തുന്ന മയക്കുമരുന്ന് കടത്തിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കും. അതിർത്തി സുരക്ഷ എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ സംരക്ഷണമാണെന്ന് പദ്ധതി വിശദീകരിച്ചുകൊണ്ട് അമിത്ഷാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മുൻകാലങ്ങളിൽ രാജസ്ഥാൻ അതിർത്തി വഴി നടന്ന കടന്നുകയറ്റ ശ്രമങ്ങളെ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെയും പൂർണ്ണമായി തടയാൻ പുതിയ 360 ഡിഗ്രി സുരക്ഷാ വലയത്തിലൂടെ സാധിക്കുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കുന്ന സൈനികർക്ക് കൂടുതൽ ആത്മവിശ്വാസവും സാങ്കേതിക കരുത്തും നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. അതേസമയം അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം മൂലമുണ്ടാവുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾക്കും മയക്കുമരുന്ന്, കള്ളനോട്ട് എന്നിവയിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കുമെതിരെ ജാഗ്രത പാലിക്കണം. സൈബർ ഭീഷണികൾ, ഹൈബ്രിഡ് യുദ്ധമുറകൾ, ഡ്രോൺ അധിഷ്ഠിത വെല്ലുവിളികൾ എന്നിവയെ നേരിടാൻ ഇന്ത്യ പുതിയ തന്ത്രങ്ങൾ സ്വീകരിക്കണമെന്നും കഴിഞ്ഞ ദിവസം അമിത്ഷാ ആഹ്വാനം ചെയ്തിരുന്നു. നുഴഞ്ഞുകയറ്റം തടയുക മാത്രമല്ല, രാജ്യത്തെ ഓരോ നുഴഞ്ഞുകയറ്റക്കാരനെയും തിരിച്ചറിഞ്ഞ് പുറത്താക്കാനും ജനസംഖ്യാപരമായ അസ്വാഭാവിക മാറ്റങ്ങൾ അനുവദിക്കാതിരിക്കാനും നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് അമിത്ഷാ ഓർമ്മിപ്പിച്ചിരുന്നു. നുഴഞ്ഞുകയറ്റത്തിലൂടെ ജനസംഖ്യയിൽ മാറ്റം വരുത്താനുള്ള ഗൂഢാലോചനകൾ BSF തടയണം. ത്രിപുര, അസം, പശ്ചിമ ബംഗാൾ സർക്കാരുകൾ നിയമവിരുദ്ധ നുഴഞ്ഞുകയറ്റത്തിനെതിരായ വ്യക്തമായ നയങ്ങൾ സ്വീകരിക്കുന്നു. അതിർത്തികൾ സുരക്ഷിതമാക്കുക മാത്രമല്ല, ഗ്രാമതല ഉദ്യോഗസ്ഥർ, പോലീസ് സ്റ്റേഷൻ, ജില്ലാ കളക്ടർമാർ, DDOമാർ, പോലീസ് സൂപ്രണ്ടുമാർ എന്നിവരുമായി അടുത്ത ഏകോപനം പാലിക്കേണ്ടത് BSFന്റെ ഉത്തരവാദിത്തമാണ്. പുതിയ നുഴഞ്ഞുകയറ്റക്കാരെയും അവരുടെ പ്രവേശന മാർഗങ്ങളെയും കന്നുകാലി കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കടത്ത് ശൃംഖലകളെയും കുറിച്ച് വിശദമായ വിവരങ്ങൾ ശേഖരിക്കണം. ഇത്തരം എല്ലാ വഴികളും തിരിച്ചറിഞ്ഞ് അടയ്ക്കുകയും ലഭ്യമായ വിവരങ്ങൾ നുഴഞ്ഞുകയറ്റം തടയുന്നതിന്, നീക്കം ചെയ്യുന്നതിനുമുള്ള ഒരു ഘടനാപരമായ സംവിധാനം കെട്ടിപ്പടുക്കാൻ ഉപയോഗിക്കുകയും വേണം. വർഷങ്ങളായി തടസ്സമില്ലാതെ തുടരുന്ന നുഴഞ്ഞുകയറ്റം നിർണായകമായി തടയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.